നമസ്കാരം. എല്ലാവർക്കും കേരള കരിയേഴ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ KPSC ഗസ്റ്റഡ് ഡേറ്റ് 1/3/2024 പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ അക്കൗണ്ടൻറ്റ് ഫോർ കേര കർഷക സഹകരണ ഫെഡറേഷൻ ലിമിറ്റഡ് എന്ന നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ കേരള PSCയുടെ ഡീറ്റെയിൽഡ് സിലബസ് തസ്തിക വൈസായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് എന്ന ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേരള കരിയേഴ്സ് എന്ന ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. കേരള PSC പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 009/2024. വിളിച്ചിരിക്കുന്ന കൺസേൺ എന്ന് പറയുന്നത് കേര കർഷക സഹകരണ ഫെഡറേഷൻ ലിമിറ്റഡ്. വിളിച്ചിരിക്കുന്ന തസ്തിക എന്ന് പറയുന്നത് അക്കൗണ്ടൻറ്റ്. സാലറി സ്കെയിലായി കൊടുത്തിരിക്കുന്നത് 25,200 രൂപ മുതൽ 54,000 രൂപ വരെയാണ് സാലറി സ്കെയിലായി കൊടുത്തിരിക്കുന്നത്. നമ്പർ ഓഫ് വേക്കൻസി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത് 3 വേക്കൻസികളാണ്. നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് വൈഡായാണ്. അതിൽ ഡയറക്റ്റ് ജനറൽ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിലാണ് ഇത് വരുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 40 വയസ്സ് വരെ ഉള്ളവർക്ക്, അതായത് 2/1/1984 1/1/2006 ഇടയിൽ ജനിച്ചിട്ടുള്ളവർക്ക് ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതോടൊപ്പം അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് ആൻഡ് SC അല്ലെങ്കിൽ ST കാൻഡിഡേറ്റ്സിന് കേരള PSCയുടെ യൂഷ്വൽ ഏജ് റിലാക്സേഷനും ഉണ്ടാവുന്നതാണ്. ക്വാളിഫിക്കേഷനിൽ ആദ്യത്തെ ക്വാളിഫിക്കേഷനായി കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ഡിഗ്രി ഇൻ കൊമേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി ഇൻ ആർട്സ്, അതും റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പാസ്സായിരിക്കേണ്ടതാണ്. അതും കോർപ്പറേഷൻ സ്പെഷ്യൽ സബ്ജക്റ്റായി പഠിച്ചിരിക്കുകയും വേണ്ടതാണ്. കോർപ്പറേഷൻ സ്പെഷ്യൽ സബ്ജക്റ്റായി പഠിച്ചിരിക്കുകയും വേണ്ടതാണ്. ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് രണ്ടാമത് ഓപ്ഷനായി കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ BA അല്ലെങ്കിൽ BSc അതുമല്ലെങ്കിൽ BCom ഡിഗ്രി ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പാസ്സായിരിക്കേണ്ടതാണ്. അതോടൊപ്പം നിങ്ങൾക്ക് HDC അതും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് കേരളയുടേതോ അല്ലെങ്കിൽ HDC അതുമല്ലെങ്കിൽ HDCM നാഷണൽ കൗൺസിൽ ഫോർ കോർപ്പറേഷൻ ട്രെയിനിങ്ങിൻ്റേതോ ഈ പറയുന്ന ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ പാസ്സായിരിക്കേണ്ടതാണ്. അതുമില്ലെങ്കിൽ ജൂനിയർ പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ പാസ്സായിരിക്കുകയോ വേണ്ടതാണ്. ഇത് രണ്ടാമത് ഓപ്ഷനാണ്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രിയും ഇതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ HDC അല്ലെങ്കിൽ HDCM അതുമല്ലെങ്കിൽ ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷനോ പാസ്സായിരിക്കേണ്ടതാണ്. ഈ പറയുന്ന രണ്ടാമത്തെ ക്വാളിഫിക്കേഷനും ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഡിപ്ലോമ ഇൻ റൂറൽ സർവീസ് വിത്ത് കോർപ്പറേഷൻ ആസ് ഓപ്ഷണൽ സബ്ജക്റ്റായി പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ അവർക്കും ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ഈ പറയുന്ന ക്വാളിഫിക്കേഷനും ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് അടുത്ത ഓപ്ഷനായി കൊടുത്തിരിക്കുന്നത് നിങ്ങൾ BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് അതും UGC റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റേതോ അതുമല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഗവൺമെൻറ് ഓഫ് കേരളയുടേതോ പാസ്സായിരിക്കേണ്ടതാണ്.
അതോടൊപ്പം നിങ്ങൾക്ക് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ, അതിൽ മിനിമം 6 മാസം ഡ്യൂറേഷൻ വരുന്ന ഏതെങ്കിലും ഗവൺമെൻറ് അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ അപ്ലിക്കേഷനും കൂടി പാസ്സായിട്ടുള്ളവരാണെങ്കിൽ അവർക്കും ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ എലിജിബിലിറ്റി മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് 2 പേർക്കും ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ അയക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. ആപ്ലിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 3/4/2024. ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി നിങ്ങൾ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് എന്ന് പറയുന്നത് www.keralapsc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയും കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.